ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ആസുര പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ഈ 16-ാം അധ്യായത്തിൽ നഷ്ടാത്മാനഹ എന്നൊരു പ്രയോഗം നടത്തുകയുണ്ടായി. ആത്മാവിനെ നഷ്ടപ്പെട്ടവർ എന്ന് പറയും. ഈ ആത്മാവിനെ നഷ്ടപ്പെട്ടവരെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ, ഞാൻ എന്ന സ്വരൂപം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നതിന് സെൻ ബുദ്ധിസത്തിൽ ഒരു കഥ പറയാറുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഈ കേട്ടത് തന്നെ ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ഈ മുക്കുവൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതികാലത്ത്, അതായത് സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നതിന് മുമ്പ് മൂപ്പര് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഈ പ്രഭാതത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും ഉണർച്ചയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഉണർച്ചയാണ്. അപ്പോൾ ഈ സൂര്യൻ അത് നമ്മൾ വെള്ള കീറുക എന്ന് പറയും. ആ വെള്ള കീറുന്ന സമയത്താണ് ആദ്യം ഈ ജലസ്രോതസ്സുകളാണ് അത്രയോ അതിലെ ജലജീവികളൊക്കെയാണ് ഉണരുന്നത്. അതിൻ്റെ ക്രമം പറയുമ്പോൾ അങ്ങനെയാണ്. ആദ്യം മത്സ്യങ്ങളൊക്കെ ഉണരും. അതല്ലാതെ മത്സ്യങ്ങൾ ഉറങ്ങാറില്ല എന്നൊക്കെ ഉള്ള ഇതുണ്ടാവും. മത്സ്യം സദാസമയം ഇങ്ങനെ റൗണ്ട് അടിക്കുക എന്നൊക്കെ. പക്ഷെ അതിനും വിശ്രമം ആവശ്യമുണ്ട്. എന്തായാലും മത്സ്യങ്ങൾ ഉറങ്ങുന്നു, ഉണരും അധികാലത്ത്. ആ സൂര്യൻ്റെ അതാണ് അതിൻ്റെ സമയം, ഉണരുന്ന സമയം. പിന്നെ ഭൂമി ഭൂമിയാണ് ആദ്യം ഉണരുന്നത് പറയുക. അപ്പോഴാണ് ഈ കോഴിയൊക്കെ പോകുക എന്ന് പറയും. അപ്പോൾ ഈ വൃക്ഷം ഉണരും. അപ്പോഴാണ് വൃക്ഷത്തിൻ്റെ ഒരു ഉണർച്ചയുണ്ട്. അപ്പോഴാണ് വൃക്ഷത്തിലെ ഈ പക്ഷികളൊക്കെ ഉണരുന്നത്. പിന്നെ അവർ പറക്കാൻ തുടങ്ങും, ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെ എല്ലാവരും ഉണർന്നു കഴിഞ്ഞാലും ഉണരാത്തവരാണ് നമ്മൾ. നമ്മളെ രാവിലെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് സുപ്രഭാതം, വെങ്കടേശ സുപ്രഭാതമൊക്കെ ചൊല്ലുന്നത്. കൗസല്യ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം എന്ന് പറയുന്നു. രാമ, കൗസല്യയുടെ നല്ല മകനെ, സുപ്രജ രാമ, പൂർവസന്ധ്യ പ്രവർത്തത, കിഴക്ക് സൂര്യൻ ഉദിച്ചു തുടങ്ങിയെന്ന വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളവനല്ലേ എഴുന്നേൽക്കൂ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ കഥയിൽ ഒരു മുക്കുവൻ അതികാലത്ത് മൂപ്പര് വലയായിട്ട് ഇറങ്ങി. അങ്ങനെ ഉൾക്കടലിലേക്ക് പോകുന്ന ആളല്ല, തടാകത്തിൻ്റെ തീരത്തിരുന്ന് വല എറിയുന്ന ആളാണ്. ആ മൂപ്പര് കുറച്ച് പതിവിൽ നേരത്തെയാണ് ഇറങ്ങിയത്. അങ്ങനെ ഇദ്ദേഹം ഈ പതിവായിട്ട് വല വീശുന്ന ഒരു ഇതുണ്ട്. കുറച്ചൊന്ന് ഒരു വെള്ളം അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഒരു പാറപ്പുറമുണ്ട് ചെറിയ. ആ പാറപ്പുറത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് മൂപ്പര് ഈ പണി ചെയ്യുന്നത്, വല വീശുന്നത്. അപ്പോൾ പതിവ് പോലെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നടന്ന് പാറപ്പുറത്തേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലൊരു ചെറിയ ഒരു സഞ്ചി, ചെറിയൊരു തുണിസഞ്ചി പോലത്തെ അത് കാലിൽ കുടുങ്ങി. അപ്പോൾ അദ്ദേഹം അത് എടുത്തിട്ട് പാറപ്പുറത്ത് ഇട്ടു. എന്നിട്ട് മൂപ്പര് ഈ വെള്ളം കീറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ബീഡിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ വെറുതെ ഈ സഞ്ചിൻ്റെ ഉള്ളിൽ കൈയിട്ടു. അപ്പോൾ കല്ലുകളുണ്ട്. അപ്പോൾ കുട്ടികളെന്തോ കളിച്ചിട്ടതാണെന്നുള്ള മട്ടിൽ അദ്ദേഹം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിങ്ങനെ നദിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഈ നദിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞപ്പോൾ അതിൻ്റെ ആ ബ്ലോക്ക് എന്നുള്ള ശബ്ദവും പിന്നെ ചെറിയ ഓളങ്ങളുണ്ട്. ആ ഓളങ്ങൾ ഇങ്ങനെ പോയി അത് ആ അനന്തതയിൽ ലയിക്കുന്ന ഒരു കാഴ്ച. അത് പ്രഭാതത്തിൽ വളരെ രസമാണ്. അത് ഈ ഇങ്ങനെ വരുന്ന സമയമാണ് സൂര്യൻ. അപ്പോൾ മൂപ്പര് അതിലിങ്ങനെ ലയിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങി. അങ്ങനെ അവസാനത്തത് ഇടുമ്പോൾ സൂര്യൻ ഇങ്ങനെ പതുക്കെ ഒന്ന് പൊങ്ങിയിട്ടുണ്ട്, വെള്ളം കീറിക്കഴിഞ്ഞു കൃത്യമായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ ഈ സൂര്യൻ്റെ കിരണങ്ങൾ ഈ കയ്യിലെ കല്ലിൽ തട്ടി അങ്ങോട്ട് വെട്ടിത്തിളങ്ങി. അപ്പോഴാണ് മൂപ്പര് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്,
അത് വിലപിടിപ്പുള്ള കല്ലായിരുന്നു. അപ്പോൾ ആൾ അവിടെ നിന്ന് ഒരു എന്താ പറയുക തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. ഓ, ഈ അവസാനത്തത് എറിയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചല്ലോ. അതുകൊണ്ട് ഇതെനിക്ക് നഷ്ടപ്പെട്ടില്ല. അപ്പം നഷ്ടപ്പെട്ടത് ഓർത്തിട്ടല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദുഃഖമില്ല. കാരണം ഇതിനെ തിരിച്ചറിയാൻ ആ സൂര്യകിരണങ്ങളെ ഇത് ഇന്നതാണ്, അമൂല്യമായ രത്നമാണെന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹത്തിനെ ഉണർത്തുക. ഇതുപോലെയാണ് നമ്മുടെ സ്വരൂപത്തെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നഷ്ടാത്മാന ഗീത അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മളിങ്ങനെ ഈ ബ്ലുക്ക് ആക്കിയിട്ട് എന്താ പറയുക, വെറുതെ നാം പോലും അറിയാതെ നമ്മളെ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ എന്താ പറയുക, അവസാനത്തെ കല്ലിൽ സൂര്യകിരണം ഉദിച്ചപ്പോഴെങ്കിലും അവിടെ ആ കഥയിൽ ബോധ്യപ്പെട്ടു. ഇവിടെ ഭഗവാൻ പറയുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നമാണ് നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത്, നാം എന്ന് പറയുന്നത്. അതിനെ നഷ്ടാത്മാക്കൾ, അത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ എന്താ പറയുക, ബുദ്ധിശൂന്യരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള അല്പബുദ്ധികളുടെ ചെയ്തികളും ചിന്തകളും ഇതെല്ലാമാണ് ഭഗവാൻ തുടർന്ന് പറയുന്നത്. ഈ അല്പബുദ്ധികൾ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ചിന്ത എന്താണ്, അവരുടെ മനോവ്യാപാരം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആ മന്ദബുദ്ധികളെക്കുറിച്ചാണ് ഇനിയുള്ള വിവരണങ്ങൾ. നമുക്ക് നോക്കാം 16-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിതാഃ മോഹാത് ഗൃഹീത്വാ സദ്ഗ്രാഹാത് പ്രവർത്തന്തെ ശുചിവ്രതാഃ. കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാന മദാന്വിതം മോഹാത് ഗൃഹീത്വാ അസദ്ഗ്രാഹാൻ പ്രവർത്തന്തെ അശുചിവ്രതാഃ. ഇതെന്താണ്? കാമം ആശ്രിത്യ ദുഷ്പൂരം. ദുഷ്പൂരം പൂരിപ്പിക്കുക എന്നത്, അതിനെ നിറയ്ക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരം. ദുഷ്പൂരം എന്നുള്ളതിന് പറയും ദുഃഖേന പൂരയിതും യോഗ്യം. നന്നായി പ്രയാസപ്പെട്ട് പൂരിപ്പിക്കേണ്ടുന്നത്, പക്ഷെ പൂരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അതാണ് ദുഷ്പൂരം. നമ്മൾ വിചാരിക്കും ഇപ്പം നിറയില്ല. അത് പണ്ട് രാജകൊട്ടാരത്തിലെ ക്ഷുരകന് ഈ 7 കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയതുപോലെ 6.25 കുടം, 6 കുടവും ഫുള്ളാണ്. ഈ 7-ാമത്തെ കുടത്തിൽ 3/4 ഭാഗമേ സ്വർണ്ണ നാണയങ്ങളുള്ളൂ. അപ്പം അത് എടുക്കാൻ വന്ന ക്ഷുരകനോട് ഇങ്ങനെ ഒരു അശരീരി ഉണ്ടാവും. എന്താണ്? ഈ 7-ാമത്തതിനെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നിനക്കിത് 7ഉം സ്വന്തമാണ്, അതല്ലാതെ നിനക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ചോദിച്ചാൽ അത് കുഴപ്പമില്ല, എൻ്റെ അധ്വാനം കൊണ്ട് ഞാനിതിനെ പൂരിപ്പിക്കും. അങ്ങനെ ഇവൻ പൂരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇത് പൂരിപ്പിക്കാൻ സാധിക്കില്ല. ഈ രാജകൊട്ടാരത്തിൽ രാജാവിന് ക്ഷൗരം ചെയ്യുന്നവനായിരുന്നത്. അങ്ങനെ അവൻ രാജാവിനോട് ഈ ക്ഷൗരം ചെയ്യുന്നതിന് കൂലി കൂടുതൽ ചോദിക്കാൻ തുടങ്ങി, കടം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാജാവ് ചോദിച്ചു, നിനക്കെന്താ 7 സ്വർണ്ണക്കുടങ്ങൾ കിട്ടിയിട്ടുണ്ടോ, പൂരിപ്പിക്കാൻ പറ്റും? അപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇതൊരു ട്രാപ്പാണ് എന്ന്. ഒരു പ്രസിദ്ധമായ കഥയാണ്, ഒരു ഉപമയാണത്, ദുഷ്പൂരം. ആ കാമമാകുന്ന ഈ കുടം, അതിനെ എത്ര കിട്ടിയാലും അതിന് മതിയാകില്ല. അതിനെക്കുറിച്ച് പലരും
പല കവിതകളിലും ദർശനങ്ങളിലുമൊക്കെ പലയാവർത്തി മനോഹരമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും പലതും. 1 കിട്ടിയാൽ 10 കിട്ടണം, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, അതങ്ങനെ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ദുഷ്പൂരം? നിറയ്ക്കാൻ വയ്യാത്ത കാമം. ദുഷ്പൂരം കാമം ആശ്രിത്യ. അങ്ങനെ നിറയ്ക്കാൻ പറ്റാത്ത, ഒരിക്കലും പൂരിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാമത്തെ ആശ്രയിച്ചിട്ട്, ആശ്രിത്യ കൂട്ടത്തിൽ എന്ത്? ദംഭ മാനമതാന്വിതാഹ. ദംഭം വിസ്തരിച്ച് നമ്മൾ കണ്ടതാണ്. മാനം, അഹമ്മാനി എന്ന ഭാവം, ഇതൊക്കെ ഇനിയും വരാൻ പോവുകയാണ്. പിന്നെയോ മതം. ഇത് 3ഉം കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ പറയണ്ടല്ലോ. അശുചിവ്രതാഹ. ഇങ്ങനെ മനസ്സിനും ശരീരത്തിനും വാക്കിനും ഒന്നിനും ഒരു ശുചിത്വമില്ലാത്ത അശുചിവ്രതാഹ. മോഹാത്, വിവരക്കേട് ഹേതുവായി. അസദ്ഗ്രാഹാൻ, സത്തല്ലാത്ത അയഥാർത്ഥ്യങ്ങളെ ഈ പറഞ്ഞ നശീകരണത്തിന് ഉതകുന്ന വിധത്തിലുള്ള മണ്ടത്തരങ്ങളെ, പൊട്ടത്തരങ്ങളെയൊക്കെ അസദ്ഗ്രാഹാൻ ഗൃഹീത്വ, അതിനെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന്തേ, പ്രവർത്തിക്കുന്നു. അപ്പം ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പം ചിലരുടെയൊക്കെ ചിന്തകൾ, ചിലർ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്താണ് ഇവർ മന്ദബുദ്ധികളാണെന്ന് പറയും. എന്താ ഈ മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ബുദ്ധികൾ തന്നെ പല ബുദ്ധികളുണ്ട്. സൂക്ഷ്മബുദ്ധി, തീക്ഷ്ണബുദ്ധി, സ്ഥൂലബുദ്ധി, മന്ദബുദ്ധി. അപ്പോൾ ഇവിടുത്തെ മന്ദബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മറ്റത് ചിലപ്പോൾ കോളേജിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എന്താ പറയുക, വലിയ ഡോക്ടറേറ്റൊക്കെ ഉണ്ടാവും. ഡോക്ടറേറ്റ് തന്നെ ഉണ്ടാവും എന്തിൽ? ഈ മൂടത്തരത്തിൽ. അപ്പം ഈ മന്ദബുദ്ധികൾ ഇങ്ങനെയാണ്. എന്താ അവിടെ പറയുന്നത്? ആദ്യത്തേത് ദുഷ്പൂരം കാമം ആശ്രിത്യ. പൂരിപ്പിക്കാൻ അങ്ങേയറ്റം പ്രയാസമായിട്ടുള്ള കാമത്തെ, ആഗ്രഹത്തെ ആശ്രയിച്ചുകൊണ്ട് ദമ്പമാന മതാന്വിതാഹ. ദമ്പം, മാനം, മതം ഇതും കൂട്ടിച്ചേർത്ത് അശുചിവ്രതാഹ. ഒരു നല്ല ഒരു കർമ്മം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ഈ മണ്ടന്മാർ, മന്ദബുദ്ധികൾ, മോഹാദ്, ഈ മന്ദബുദ്ധി കാരണം അസദ്ഗ്രാഹാൻ ഗൃഹീത്വ പ്രവർത്തന്തേ, സത്തല്ലാത്തതിനെ ഗ്രഹിച്ച് അവർ പ്രവർത്തിക്കുന്നു. തുടർന്ന് അവരുടെ ലക്ഷണങ്ങളെ, ഈ മന്ദബുദ്ധികളുടെ ലക്ഷണങ്ങളെ കുറച്ചുകൂടെ ഭഗവാൻ 2 ശ്ലോകങ്ങളെ കൊണ്ട് വിസ്തരിക്കുന്നു. 11ഉം 12ഉം ശ്ലോകങ്ങളെ കൊണ്ട് നോക്കാം. ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാഃ ആശാപാശാശതൈർബദ്ധാഃ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. ഈ മന്ദബുദ്ധികളെക്കുറിച്ച് അപ്പം നമ്മൾ എന്താണെന്നറിയോ? ഇവരെയൊന്നും നമ്മൾ സമൂഹത്തിൽ മന്ദബുദ്ധികളെന്ന് കണക്കാക്കാറില്ല. നമ്മളെ സംബന്ധിച്ച് മന്ദബുദ്ധികൾ എന്ന് പറയുമ്പം ബുദ്ധിമാന്ദ്യമുള്ളവരെയാണ് നമ്മൾ മന്ദബുദ്ധികൾ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. അവരുടെ വൈകല്യം എന്ന് പറയുന്നത് അതൊരു വൈകല്യമല്ല, അത് വേറൊരു വിഷയമാണ്. നമുക്ക് ചർച്ച ചെയ്യേണ്ടതുമാണ്. പല സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ അതിനെ കാണേണ്ടത്. ഇവിടുത്തെ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ലക്ഷണങ്ങളിലൂടെ വേണം നിങ്ങളതിനെ മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഇവരുടെ ചെയ്തികൾ എന്തൊക്കെയാണ് പറയുന്നു. അപരിമേയാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ദുഷ്പൂരേണ.
പൂരിപ്പിക്കാൻ പ്രയാസമായിട്ടുള്ള എന്നതുപോലെ അപരിമേയാം, അളക്കാൻ വയ്യാത്തതായ പ്രളയാന്താം, ലോകാവസാനം വരെയുള്ളതായിട്ടുള്ള ചിന്താം, ചിന്തകളെയൊക്കെ ഉപാശ്രിതാഹ, ആശ്രയിച്ചവർ. ഭയങ്കര ജാതി ചിന്തകളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പുനരഭി ജനനം പുനരഭി മരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവർ കാരണം ഒരു ഇതിനൊന്നും ഒരു അവസാനമില്ലാത്തതാണ്. അതങ്ങനെ പോവുകയാണത്, വാണം വിട്ടതുപോലെ ആകാശത്തേക്ക്. അതിങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പോക്ക്. അതുപോലെ റോക്കറ്റ് പോലെ ഇവരുടെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപരിമേയാം, അതിനെന്തെങ്കിലും അളക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. പ്രളയാന്താം ചിന്താം ഉപാശ്രിതാഹ, ലോകാവസാനം വരെയുള്ള ചിന്തയെ ഉപാശ്രയിച്ചവരായിട്ടുള്ള അവർ കാമോപഭോഗപരമാഹ, അവർക്ക് അവരെ സംബന്ധിച്ച് ഈ പരമപുരുഷാർത്ഥം എന്നത് കാമമാണ്. കാമം ഒരു പുരുഷാർത്ഥമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതല്ല പരമം. പക്ഷെ ഇവരെ സംബന്ധിച്ച് എന്താണ്? അതാണ് പരമമായിട്ടുള്ള ഹാവോ പിയോ മജാക്കറോ, അടിച്ചു പൊളിക്കുക. ജീവിതം എത്ര കാലം? എന്ത് സ്വാമി ഇങ്ങനെ? എന്നിട്ട് നമ്മളോട് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ പറയും സ്വാമി ഒക്കെയാണ് അടിച്ചു പൊളിക്കുന്നത് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇവരെ എന്താ പറയുക, അവർക്ക് അങ്ങനെ തോന്നും. സ്വാമി ഇന്ന് കാണാം, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കേൾക്കണു അമേരിക്കയിൽ, അല്ലെങ്കിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണം. ഇതിലും വേറെ എന്താണ് സ്വാമി വേണ്ടത്? അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അവരതിനെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. നമ്മുടെ കാര്യത്തിലും നമ്മളോടൊക്കെ ചിലരിങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തകൾ നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ എണ്ണുന്നത് എന്തിനെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൂട്ടരെ മന്ദബുദ്ധികളെക്കുറിച്ച് പറയുമ്പോൾ പറയാണ് കാമോപഭോഗ പരമാഹ, കാമാനുഭവം പരമപുരുഷാർത്ഥമായി കരുതുന്നവർ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ളത്. എന്നിട്ട് ഏതാവതിഥി നിശ്ചിതാഹ, ഏതാവതിഥി ഇത്രത്തോളമേ ഉള്ളൂ എന്ന് നിശ്ചിതാഹ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള അവർ ആശാപാശ ശതൈഹി ബദ്ധാഹ, ആശ ആഗ്രഹങ്ങൾ, അതാണ് ആശയാദ് വായു ഗന്ധാൻ ഇവ. അത് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ആശയാദ് വളരെ പ്രധാനപ്പെട്ടതാ. ആശയാദ് വായുഹു ഗന്ധാൻ ഇവ. നേരത്തെ പറഞ്ഞതാ. എന്തായിരുന്നു ആശയാദ് എന്ന് പറഞ്ഞാൽ? അവിടെ പുഷ്പത്തിൽ നിന്ന് വായു ഗന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ഈ ആശകളെ കൊണ്ടുപോവുകയാണ് അടുത്ത ജന്മത്തിനായിട്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോഴോ അതിങ്ങനെ ഒരു യാത്രയാണ്, ഒരു വലിയ യാത്രയ്ക്കുള്ളതാണ്. അത്രയ്ക്കുണ്ട് ശേഖരിച്ച് വെച്ചിട്ട്, ഓവർലോഡാണ്. അപ്പം ആശാപാശ ശതൈഹി ബദ്ധാഹ, ശതം എന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ 100 എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ എടുങ്ങാത്തത് എന്നാണ്. അങ്ങനെയുള്ള ആശയുടെ പാശം എന്ന് പറഞ്ഞാൽ കെട്ട്, അതെല്ലാം ബന്ധനങ്ങളാണ്. അങ്ങനെ 100 കണക്കിന് ആഗ്രഹങ്ങളാകുന്ന കെട്ടുകളിൽ കാമക്രോധപരായണാഹ, സ്വാഭാവികമായിട്ടും ആ കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാവും. 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. ഗീതയുടെ വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണത്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അവിടെ അത് പറഞ്ഞു.
അപ്പോൾ ഇവർ ഈ വിഷയങ്ങളെ, ഇങ്ങനെയുള്ള അനേക കാമങ്ങളെ ധ്യാനിക്കുന്നു, അതിൽ സംഘം ഉണ്ടാവുന്നു. അതിനെ സ്വന്തമാക്കാൻ പോകുമ്പോഴോ തടസ്സം നിൽക്കുന്ന ശക്തി ഉണ്ടാവും. ക്രോധം സ്വാഭാവികമാണ്, അത് ഇവിടെ പറയണു. കാമക്രോധപരായണാഹ. അപ്പം ഇവരതിൽ തൽപരരാണ്. ഈ ക്രോധത്തിലൂടെയാണ് പലരെയും പിടിച്ച് എന്താ പറയുക അടക്കി നിർത്തുന്നത്. അവർക്കെതിരെ ആരെങ്കിലുമൊക്കെ ഇതാക്കുമ്പോൾ ഇവനങ്ങോട്ട് ദേഷ്യം എടുക്കും. വേണ്ട, അയാൾ ഈ വിട്ടേക്ക് എന്തെങ്കിലും ആവട്ടെ. അത് ഈ ചെറിയ കുട്ടിയാകുമ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ്. വലുതാകുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. അപ്പം ക്രോധപരായണാഹ, അതിൽ തൽപരന്മാരായിട്ടുള്ള ഇവർ ഏതേ ഈ മന്ദബുദ്ധയ, ഈ മന്ദബുദ്ധികൾ കാമഭോഗാർത്ഥം, കാമാനുഭവത്തിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട്, ഇവിടെ ഒരു അടിവരയിടേണ്ട ഒരു വാക്കുണ്ട്, അന്യായേന. ന്യായമായിട്ടാണോ? അല്ല, അന്യായേന. അവരുടെ പരിപാടിയെല്ലാം അന്യായമാണ്. ന്യായം എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർക്കില്ല. ന്യായമാർഗത്തിൽ ഒരു കാര്യം, എവിടെയും ഒരു കാര്യത്തിനും സമീപിക്കില്ല. ആദ്യം തന്നെ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും കാര്യത്തിന് തന്നെ വേണ്ടിയിട്ട് ചോദിക്കുക, ചില്ലറ കൊടുത്താൽ നടക്കുമോ നോക്ക്. ആദ്യം എന്തെങ്കിലും ചില്ലറ കൊടുത്ത് ഒതുക്ക്. ഒരു കാര്യമില്ലെന്നേ. ന്യായമായ കാര്യമാണ്. ഈ ന്യായമായ കാര്യം നേടാനും അന്യായത്തിൻ്റെ മാർഗമാണ് ഇവരുടെ രീതി. അപ്പം എന്താണ്? അന്യായേന, ന്യായമായ മാർഗത്തിലൂടെ അല്ലാതെയാണ് ഈ മന്ദബുദ്ധികളുടെ, ആസുരപ്രകൃതികളെയാണ് ഈ മന്ദബുദ്ധികൾ എന്ന് പറയുന്നത്. ഈ ആസുരപ്രകൃതികൾ അർത്ഥസഞ്ചയാൻ, അർത്ഥത്തെ സഞ്ചയിക്കുന്നതിന്, ധനസമാഹരണത്തിനായിക്കൊണ്ട് ഈഹന്തേ ആഗ്രഹിക്കുന്നു. നേരെ വാ നേരെ പോ എന്നുള്ളൊരു പരിപാടി ഇവരുടെ നിഘണ്ടുവിലില്ല. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ സ്വാമി, ഇങ്ങനെയൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ലോകത്തിൽ ഇതൊക്കെ നടക്കണമെങ്കിൽ, നമ്മുടെ വ്യവഹാര ലോകത്തിൽ ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണ്ടേ? ഒക്കെ ആയിക്കോളൂ. പക്ഷേ ഈ ഗണത്തിലാണ് നിങ്ങൾ പെടുന്നത് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഗണത്തിൽ പെടും എന്ന് ഗീത നമ്മളെ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് പറയുകയാണ്. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുക എന്നുള്ളത്. ഈ വിദ്വാനുണ്ടല്ലോ, ഈ മന്ദബുദ്ധിയുടെ നിലപാടുകൾ നേരത്തെ പറഞ്ഞുവല്ലോ. എന്തൊക്കെയാണ് ഈ മന്ദബുദ്ധി പറയുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ഈ വർത്തമാനകാലത്തിൽ നമ്മൾ ആരാധിക്കുന്നവർ, പലരും ആദരിക്കുന്നവരെന്നൊക്കെ പറയുന്നവരൊക്കെ എന്താ പറയുക, ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളവരിൽ ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാം, കാണാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സങ്കല്പിക്കുന്നതാണ്. അതിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. നമ്മളെന്താ ആകെ ചെയ്യുന്നത്? ഗീത പറയുന്നു. അത് നമ്മുടെ വർത്തമാനകാലത്ത് അങ്ങനെയുള്ള ആളുകളുണ്ട്. അതാരെ എന്താ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം ആരാണ് എന്താന്ന്. അടുത്ത 13, 14, 15 3 ശ്ലോകങ്ങളും ഒരുമിച്ചാണ് അതിൻ്റെ അന്വയം ഇരിക്കുന്നത്. നോക്കാം. ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീദമപി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതശത്രു ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖീ ആഢ്യോഭി ജനവാനസ്മി കോന്യോസ്മി സദൃശാമയാ യക്ഷ്യേ ദാസ്യാമി മോദിഷ്യേ
ഇത്യജ്ഞാന വിമോഹിതാഹ. ഗംഭീരട്ടോ, ഗീതയൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയണത്? ഇതം അദ്യ മയ ലബ്ധം. ഇതം അദ്യ, ഇതം ഇത്, അദ്യ ഇന്ന്, മയാ ലബ്ധം എന്നാൽ ഇന്ന് ഒരു വലിയ വീട്, ബംഗ്ലാവ്, അല്ലെങ്കിൽ വാഹനം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കി രജിസ്റ്റർ കഴിഞ്ഞു. അങ്ങനെ രജിസ്റ്റർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാർട്ടി, അതിൽ മൂപ്പര് പറയാം എന്താണ്? ഇതം അദ്യമയ ലബ്ധം, ഇതാ ഞാനിതിനെ സ്വന്തമാക്കി. എന്തായിരുന്നു പലരും പറഞ്ഞത്? ഇതൊന്നും നടക്കില്ല എന്നല്ലേ? വാശിയായിരുന്നു. ഇത് ഞാൻ അദ്യ മയ ഇതം ലബ്ധം, ഇതം അദ്യമയ ലബ്ധം, ഇന്ന് എന്നാൽ ഇത് നേടപ്പെട്ടു, സ്വന്തമാക്കി. ഇനി പറയുന്നത് എന്താണെന്നറിയോ? ഇമം മനോരഥം പ്രാപ്സ്യേ. ഈ ആഗ്രഹത്തെ, എൻ്റെ ആഗ്രഹത്തെ ഞാൻ പ്രാപിച്ചു, ഫുൾഫിൽ ചെയ്തു. ഇമം മനോരഥം പ്രാപ്സ്യേ, ഈ മനോരഥത്തെ ഞാൻ എന്താണ്? പ്രാപിക്കും, ഇത് സാധിക്കും. ഇതം മേ അസ്തി, ഇതെന്താണ്? എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇതം മേ അസ്തി, ഇതെനിക്കുണ്ട്. ഇതം ധനം അഭി പുനമേ ഭവിഷ്യതി, ഇനിയും എന്താണ്? ഞാൻ വേറെയും ചിലതൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, അതും ഞാൻ മേടിക്കും. സംശയമൊന്നും വേണ്ട. ഞാൻ മിക്കവാറും അടുത്ത മാസം ഞാൻ അഡ്വാൻസ് കൊടുക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അതിനോട് ചേർന്നൊരു 3 സെൻറ്റിൽ ഒരുത്തൻ വീട് വെച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അവന്മാർ പറയുന്ന അവൻ്റെ അപ്പൂപ്പൻ മുതൽ അവർ താവഴിയായിട്ട് അവിടെ താമസിച്ചു പോകുന്നതാണ്. പിന്നീടാണ് ഇതൊക്കെ ഉണ്ടായത്. നിങ്ങളുടെ ഈ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ താമസിച്ചിട്ടുള്ളവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എന്ത് മാങ്ങാത്തൊലി അറ്റാച്ച്മെൻറ്റ് ഇവൻ പറയുന്നതാണ്. ഇതിറ്റുകൾ ഇവിടെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? കുറച്ച് ഉള്ളിലേക്ക് പോയി, ഞാൻ വലിയ ഓഫറാണ് വെച്ചത്. ഉള്ളിലേക്ക് പോയിട്ട് അവർക്ക് വേണമെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം മേടിക്കാം. പക്ഷേ ഇവന്മാർ പോകുന്നില്ല. എനിക്കത് കിട്ടിയാലേ അതിലേയും കൊണ്ട് റോഡ് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് കൊണ്ട് ഞാൻ തട്ടിക്കളയുകയും. നമുക്ക് പ്ലെയിനായിട്ട് എന്താ പറയുക, ഗാർഡനാക്കാം. അതൊരു ഒരു ഒരു ലക്ഷണമില്ല, ഒരു അശ്രീകരം പോലെ തോന്നും. മാത്രമല്ല, അത് നമ്മളിങ്ങനെ അവിടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ കാണണ്ടേ ഈ ദരിദ്രവാസികളെ. അതുകൊണ്ട് ഇവൻ പറയുകയാണ്, എന്താ അവൻ പറയുന്നത്? ആ ശ്ലോകം കേട്ടോളൂ. പറയുന്ന അസൗ ശത്രു മയാ ഹത. ഇനി അങ്ങനെ ഒരുത്തനുണ്ട്, അവൻ ഇതിനൊന്നും വഴങ്ങാതെ വരുമ്പോൾ ഇവൻ ചെയ്ത പരിപാടിയാണ് എന്ത്? അസൗ ശത്രു. ആ ശത്രു ഉണ്ടല്ലോ, എനിക്കെതിരായി നിന്നവൻ, മയാഹത, എന്നാൽ ഞാൻ തീർത്തു അവനെ, ഞാൻ അവനെ കൊന്നു എന്ന് പറയും. അതിൻ്റെ ഏർപ്പാട് ഞാൻ ചെയ്തു, ലോറി കയറ്റിയിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ. എന്നാൽ അവൻ്റെ ഷീട്ട് ഞാൻ കീറി പോരെ. മയാഹത, എന്നാൽ അവൻ കൊല്ലപ്പെട്ടു. ഇത് എന്നാൽ അവൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു നാശത്തിനപ്പുറത്ത് ഒരാളെ അല്ലാതെ തന്നെ ഏതൊക്കെ വിധത്തിൽ നശിപ്പിക്കാമോ ആ പണികളൊക്കെ ചെയ്യും. അവന് ഞാൻ പാര വെച്ചു. അത് ഈ ചില സർക്കാർ ഓഫീസിലൊക്കെ ഇരിക്കുന്നവരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ ഫയലിനെ അങ്ങനെ ഇതാക്കുക. അതൊരു ജീവിതമാണെന്നൊക്കെ അവരുടെ മുന്നിലേക്ക് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കത് തോന്നണ്ടേ. അപ്പം ഇതൊക്കെ ഈ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അവൻ്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്.
അവനിനി ജമ്മത്ത് ലൈസൻസ് കിട്ടൂല. അവനതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഞ്ചാവിലും അതിലും ഇതിലും ഒക്കെ അവനെ ഞാൻ പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദത്തിലും ഞാൻ വകുപ്പുണ്ടോ നോക്കട്ടെ, അങ്ങനെ പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. സർക്കാർ ജോലി അതൊന്നും അവൻ ഈ ചിന്തിക്കുക വേണ്ട. എന്താ കാരണം? എൻ്റെ മോളെ പ്രേമിച്ചതാണ്, പോലീസുകാരൻ്റെ മകളായിപ്പോയി. എന്തൊക്കെ നമ്മൾ സിനിമകളിൽ കാണുന്നതാണോ റിയാലിറ്റിയിൽ എല്ലാം നമ്മൾ കാണുന്നില്ലേ? അസൗ ശത്രു മയാഹത, എനിക്ക് എതിരെ നിന്ന അവൻ എൻ്റെ ശത്രുവാണ്. അവൻ്റെ ഷീട്ട് എന്നാൽ എടുക്കപ്പെട്ടു, കയറി. ഇനി വേറൊരുത്തനുണ്ട്, അവൻ്റെ ഒരു അമ്മാമനോ അങ്ങനെ ആരോ ആയിട്ട് ഒരുത്തൻ വരും. ഒരുത്തൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അവൻ്റെ കാര്യം പറയാം. അപരാനബി ഹനീഷിയേച്ച, ഇനി വേറൊരുത്തനുണ്ട്, അവൻ്റെ കാര്യം ഞാൻ ശരിയാക്കും. അപരാനബി, മറ്റുള്ളവരേക്ക് ആരൊക്കെയാണോ എനിക്കെതിരെ നിൽക്കുന്നത് അവന്മാരെയൊക്കെ ഞാൻ ഇതേപോലെ, ഇതൊരു പാടാണ്. നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇവരൊക്കെ തലയിൽ കയറിയിരിക്കുന്നു പറയും. ഈ മന്ദബുദ്ധികളുടെ ചിന്തയായത്. ഇതാണ് മന്ദബുദ്ധികൾ. ആസുരബുദ്ധി, മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെയാണ്. ഇവരെന്താണ്? ആത്മാവിനെ നഷ്ടപ്പെട്ടവരാണ്. നഷ്ടാത്മാനാഹ. ആ അല്പബുദ്ധികൾ, മന്ദബുദ്ധി പറയാണ്, അപരാനഭി ഹനിഷ്യേച്ച, മറ്റുള്ളവരുടെ കാര്യത്തിലും ഞാൻ ഇത് തന്നെ ചെയ്യും. ഇവൻ പറയാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അഹം ഈശ്വര, ഞാനാണ് ഈശ്വരൻ, വേറെ ഏത് ഈശ്വരൻ? അതുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ചോളൂ. ഈശ്വരോഹം, ഞാനാണ് ഈശ്വരൻ എന്ന് പറയും. ഈ മന്ദബുദ്ധികൾ അങ്ങനെയും പറയും. അഹം ഈശ്വര, അഹം ഭോഗി, ഞാൻ സുഖം അനുഭവിക്കും, നീ ആരടാ ചോദിക്കാൻ? അഹം ഭോഗി. അഹം സിദ്ധ, ഞാനിതൊക്കെ സിദ്ധിച്ചവനാണ്. സിദ്ധോ, ഞാൻ സിദ്ധനാണ്. ബലവാൻ, ഞാൻ ബലവാനാണ്. ആഢ്യ, ഞാൻ ആഢ്യനാണ് സമൂഹത്തിൽ. അഭിജനവാൻ അസ്മി, ഞാനേ വലിയ സവർണനാണ്. ഞാൻ ആ വലിയ കുലത്തിലൊക്കെ ജനിച്ചവൻ, ആഭിജാത്യമൊക്കെ ഉള്ളവനാണ് ഞാൻ. അതും കൂടിയാണ്. അതും കൂടിയായ പിന്നെ പറയും വേണ്ട. ബലവാൻ ആഢ്യ സുഖി അഭിജനവാൻ അഹമസ്മി. സ്വയം ഇവൻ തന്നെ പറയുന്നു, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്താണ്? ഇവനൊരു പ്രാഞ്ചിയേട്ടനാണ് ആള്. മയാ സദൃശ കഹ അസ്തി, എനിക്ക് സദൃശനായിട്ട് എന്നെ പോലെ വേറെ ആരുണ്ട് ഇവിടെ? കോന്യോസ്മി സദൃശാമയ, എനിക്ക് സദൃശനായിട്ട് ആരാ ഉള്ളത്? ഞാൻ യക്ഷ്യേ, ഞാൻ യജ്ഞം ചെയ്യും. ദാസ്യാമി, ഞാൻ ദാനം ചെയ്യും, ഞാൻ കൊടുക്കും. അഹം മോദിഷ്യേ, ഞാൻ ആനന്ദിക്കും. മോദിഷ്യേ എന്ന് പറഞ്ഞാൽ ഞാൻ ആനന്ദിക്കും. ഇത് അജ്ഞാന വിമോഹിത, ഇങ്ങനെ മന്ദബുദ്ധികളായിട്ടുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ട് ലോകത്തിൻ്റെ നാശത്തിനും അവരുടെ നാശത്തിനും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഇവരെക്കുറിച്ച്, ഇവരുടെ ചെയ്തികളെക്കുറിച്ചൊക്കെ വിവരിക്കുക ഭഗവാൻ തുടരുകയാണ്. നമുക്ക് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.